നമ്മുടെ നാട്ടിലെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് +2 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും മിക്ക കുട്ടികൾക്കും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാനും അത്യാവശ്യം ചെറിയ ദൂരങ്ങളിലേക്ക് അവർക്ക് പോകാനും ഒക്കെ പലരും ശ്രമിക്കാറുള്ള ഒരു കാര്യമാണ്. രക്ഷിതാക്കൾ പലപ്പോഴും അറിയാതെയെങ്കിലും അവർക്ക് സമ്മതം നൽകാറുണ്ട്. പക്ഷേ ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്, നിയമപ്രശ്നമാണെന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള ഒരു സംഭവം വർക്കല അയിരൂർ പാളയംകുന്നിൽ വെച്ചുണ്ടായി. പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ഒരു ചെറിയ കുട്ടി വാഹനം ഓടിച്ചു പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. വാഹനം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ 16-കാരനായിട്ടുള്ള ഒരു പയ്യനാണ് വാഹനം ഓടിച്ചത്. അവനെ കൂടുതൽ കാര്യങ്ങൾ തിരക്കി ചോദ്യം ചെയ്യുമ്പോൾ അമ്മയുടെ അറിവോടുകൂടിയാണ് ഇങ്ങനെ വാഹനം ഓടിച്ചത്, അമ്മ സമ്മതം നൽകി എന്ന് അവൻ മൊഴി നൽകുകയും ചെയ്തു. എന്തായാലും പോലീസ് ചെയ്തത് അമ്മയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഈ കുട്ടിക്ക് ഇനി 16 വയസ്സെന്നല്ല 25 വയസ്സ് പൂർത്തിയാകാതെ ലൈസൻസിന് അപേക്ഷിക്കാൻ പോലും കഴിയില്ല എന്നുള്ളൊരു കാര്യവും വർക്കല സബ് RT ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് ഒരു കാരണവശാലും വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറക്കാൻ അനുവദിക്കരുതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇങ്ങനെ വാഹനം ഓടിച്ചാൽ ഉണ്ടാകാവുന്ന നിയമപരമായ ബാധ്യത രക്ഷിതാക്കളുടെ തലയിൽ തന്നെയായിരിക്കും വന്ന് ചേരുക എന്നുള്ളൊരു കാര്യവും പോലീസ് പറയുന്നുണ്ട്. 3 വർഷം വരെ തടവോ 25,000 രൂപ പിഴയോ ഇത് രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് റദ്ദാക്കുമെന്നും പോലീസും RT ഓഫീസ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ പർട്ടിക്കുലർ കേസിൽ 16-കാരൻ ഇനി ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ 25 വയസ്സ് വരെ കാത്തിരിക്കണമെന്നും RT ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഇത് പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് പലപ്പോഴും ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കുടുക്കുകളെക്കുറിച്ച് അറിയണമെന്നില്ല. അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് പാളയംകുന്നിലെ ഈ ഇൻസിഡൻറ്റ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്.